ഈ അധ്യായത്തിലെ അവസാന ഭാഗത്തിലേക്ക് പോകാം. കുറച്ച് ദിവസം നമ്മൾ ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, ഈ ചാപ്റ്റർ ചിത്രത്തില് പി ക്യു ആർ എസ് ചക്രീയമാണ് അല്ലെ. 4 ശീർഷങ്ങൾ കൊടുത്തതാണ്. ഈ പെട്ടി ചക്രീയമാണ്. പി എസ് എന്ന വശം നീട്ടി വരച്ചിരിക്കുന്നു എയിലോട്ട്. കോൺ പി ക്യു ആർ സമം 80 ഡിഗ്രി. പി ക്യു ആർ 80 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ട കോൺ എ എസ് ആർ എത്രയാണ്? ഈ കോൺ എത്രയാണ്? ഓക്കെ, ഇത് 80 ആണ്. തന്നിരിക്കുന്നത് പി ക്യു ആർ എസ് ചക്രീയമാണ്. നമുക്കറിയാം 4 ശീർഷങ്ങൾ വൃത്തത്തിലാണ് ചക്രീയം. ചക്രീയത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. എതിർ കോണുകൾ കൂട്ടിയാൽ 180 ആയിരിക്കും അല്ലെ. കണ്ടുപിടിക്കുന്നത് ഈ കോൺ. ഓക്കെ, ശരി. ഇവിടെ ഈ കോൺ 80 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? രണ്ടും കൂട്ടിയാൽ 180 അല്ലേ. ഇത് 80 ആവുമ്പോൾ എത്ര ഉണ്ടാവും? 100 ഡിഗ്രി അല്ലേ. അപ്പൊ എങ്ങനെ സ്റ്റെപ്പ് ചെയ്താ? കോൺ ക്യൂ സമം 80 ഡിഗ്രി ആയതിനാൽ ഇതിനെ എസ് സി എന്ന് വിളിക്കരുത്. കാരണം ഇവിടെ വേറെ കോൺ. ഇത് കോൺ ക്യൂ. കോൺ ക്യൂ സമം 80 ഡിഗ്രി. അതുകൊണ്ട് ഇതിനെങ്ങനെ വിളിക്കാം? പി എസ് ആർ. കോൺ പി എസ് ആർ സമം 180 കുറക്കുക കേട്ടോ. 100 ഡിഗ്രി അല്ലേ. അപ്പൊ 100 ഡിഗ്രി. എന്താ കാരണം? ചക്രീയമാണ്, അനുകൂലമാണ് അല്ലെ. ഇത് 100 ആണ്. ഇത് രണ്ടും ഒരു രേഖയിൽ 2 കോൺ. ഒരു രേഖയിലെ കോണുകളെ രേഖീയ ജോഡി കൂട്ടിയാൽ 180. അപ്പൊ അത് 100 ആണ്. ബാക്കി 0. ഇത് കൂട്ടിയാൽ 180. ഇത് ബാക്കിയാണ്. ഇത് കൂട്ടിയാൽ 180. അപ്പൊ ഇതിന് ബാക്കി ഉണ്ടാവും. അപ്പൊ എത്ര ഉണ്ടാവും? 80 ഡിഗ്രി. ഈ കോൺ തന്നെ എടുക്കാമോ അല്ലേ. അതുകൊണ്ട് ഈ കോൺ എന്താ? എ എസ് ആർ. അതുകൊണ്ട് കോൺ എ എസ് ആർ സമം 180 മൈനസ് 100 80. ഇത് 180 വരിക. അപ്പൊ ഈ കോൺ എന്താണ്? അതിനോട് അടുത്ത ദിവസം പി ക്യു ആർ എസ് ചക്രീയമാണ്. ഓക്കെ, രണ്ടാം കാര്യം എസ് ക്യു ആർ തന്നിരിക്കുന്നത് 80 ഡിഗ്രി. എസ് ക്യു ആർ 80 ഡിഗ്രി. ക്യു പി ആർ 30 ആണ്. ക്യു പി ആർ ഈ കോൺ 30 ആണ്. കണ്ടുപിടിക്കുന്നത് എസ് ആർ ക്യു ആണ്. എസ് ആർ ക്യു എത്രയാണ്? എസ് ആർ ക്യു ഇത് എസ് ആർ ക്യു ആണ് കാരണം. ശരി, ഓക്കെ ഓക്കെ. ഇവിടെ ചക്രീയമാണെങ്കിൽ നമുക്കറിയാം എതിർ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി. ഈ മുഴുവൻ കോണും കൂട്ടിയാൽ 180. ഇത് മൊത്തമല്ല. ഇത് മൊത്തം 80 ആയിരുന്നെങ്കിൽ ഇത് 100 ആകുമായിരുന്നു. ഇതിനൊരു ഭാഗമാണ് ഇത് അറിയില്ല. അതുകൊണ്ട് അറിയില്ല. ഇത് മൊത്തം അറിയാനും ഇത് മൊത്തം നമുക്ക് 180. അതുപോലെ ഇത് മൊത്തം അറിയുമെങ്കിൽ ഇത് മൊത്തം അറിയുമായിരുന്നു. ഇത് മുഴുവൻ 30 ആണ് എങ്കിൽ ഇത് ഫുള്ള് എത്ര ഉണ്ടാവും? ബാക്കി 180 ബാക്കി ഉണ്ടാവും 150 ഉണ്ടാവും. കാരണം 4 കൂട്ടിയാൽ 180 ആവും. ഓക്കെ, അപ്പൊ ഇത് മാത്രമാണ്. ഈ കോൺ നമ്മൾ പഠിച്ചു. ഒരു വൃത്തം വരച്ച് അതിൽ ഒരു ഞാണ് വെച്ചാൽ 2 ഭാഗം. ഒരു ഭാഗത്തുള്ള കോണുകളൊക്കെ തുല്യം. ഈ ഭാഗത്തുള്ള കോണ് തന്നെയായിരിക്കും ഇത്. ഇതൊക്കെ തുല്യം. മനസ്സിലെ ഇങ്ങോട്ടുള്ള കോണൊക്കെ തുല്യം. അതിൽ ഒരു ഞാണാണ്. ഇതൊരു ഞാണല്ലേ. ആ ഞാണ് പി എസും ആറും അല്ലെ. എസിൽ നിന്നും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്ന കോണിനേക്കും എസിൽ നിന്നും അങ്ങോട്ട് പോയി ഇങ്ങോട്ട്. എസിൽ തൊട്ട് ക്യൂവിൽ തൊട്ട് പടങ്ങുന്ന ഈ 80 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ വന്നിട്ട് ഇത് 80 ആണ്. ഇത് 80 ആയിരിക്കും. ഈ കോണ് 80 ഡിഗ്രി ആയിരിക്കും. ഇത് 80. ഇതിന്റെ പേരാണ് എസ് ക്യു ആർ. കോൺ എസ് ക്യു ആർ സമം 80 ഡിഗ്രി ആയതിനാൽ കോൺ എസ് പി ആർ സമം 80 ഡിഗ്രി ആയിരിക്കും. ഇത് 80 ആയതിനാൽ ഇത് 80 ആയിരിക്കും. കാരണം എന്താ? ഒരു വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യമാണ്. അപ്പൊ ഒരു 30 ആണ്. മൊത്തം എത്ര ഉണ്ട്? അവിടെ 30 തന്നില്ലേ. ഏതാ 30? ക്യൂ പി ആർ സമം 30 തന്നിട്ടുണ്ട് അല്ലെ. ക്യൂ പി ആർ 30. അപ്പൊ 110 ആയില്ലേ. ഇതല്ലേ കോൺ പി. അവിടെ 30 തന്നെ. അതുകൊണ്ട് കോൺ പി സമം 80 30 കൂട്ടത്തിലുണ്ടാവും 110. ഇത് മൊത്തം 110 കിട്ടില്ലേ. ഇത് മൊത്തം 110 ആണെങ്കിൽ മൊത്തം
ചക്രീയമാണ്. 4 വെർട്ടെക്സ് 4 ശീർഷ വൃത്തത്തിലാണ്. അപ്പൊ 110 ആണ്. ബാക്കി 70 ഉണ്ടാവും. അതുകൊണ്ട് കോൺ 6 അല്ലെങ്കിൽ SRQ, കോൺ SRQ ആണ്, കോൺ 6 അല്ലേ. അതുകൊണ്ട് കോൺ SRQ ആണ്. എന്താവും? 180 110 10 എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓ വൃത്തകേന്ദ്രം സിഡിയും എബിയും രണ്ട് ഞാണുകളുണ്ട്. ഈ രണ്ട് ഞാണുകളും ഒരേ വലിപ്പമാണ്. ഓ വൃത്തകേന്ദ്രമാണ്. ഞാൻ എബി തന്നെയാണ്, ഞാൻ സി. രണ്ടും ഒരേ വലിപ്പമാണ്. അപ്പൊ ഈ രണ്ട് ചാപങ്ങളും ഒരേ വലിപ്പമാവും അല്ലേ. ഒരേ ഞാണുകളാണെങ്കിൽ അവരുണ്ടാകുന്ന ചാപങ്ങൾ തുല്യമാവും. ഒരേ ചാപങ്ങളാണെങ്കിൽ അവരുണ്ടാകുന്ന ഞാണുകൾ തുല്യം. മാത്രമല്ല കേന്ദ്രകോണങ്ങൾ തുല്യമാവും. AOB അൻപതിന്റെ ഡിഗ്രിയാണ്. COD എത്ര? ഈ കോൺ എത്രയാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു വൃത്തത്തിൽ രണ്ട് ഞാണ് വരച്ചിട്ട് രണ്ടും ഒരേ വലിപ്പമാണ് എങ്കിൽ ആ ഞാണുകൾ ഉണ്ടാക്കുന്ന ചാപങ്ങൾ ഒരേ വലിപ്പമാണ്. ആ ഞാണുകൾ അല്ലെങ്കിൽ ആ ചാപങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രകോണവും തുല്യമാണ്. ഒരേ ഞാണാണെങ്കിൽ ഒരേ ചാപമായിരിക്കും, ഒരേ കേന്ദ്രകോണം. ഒരേ കേന്ദ്രകോണുള്ള രണ്ട് ഞാണുകൾ ഉണ്ടെങ്കിൽ ആ ഞാണുകൾ ഒരേ വലിപ്പമായിരിക്കും. ഈ കോണളവല്ല ഈ ആണ്. ഇത് ചെറുതൊന്നുമല്ല, ഇത് ചെറിയ കോണൊക്കെ വലിയ കോണം. അതുകൊണ്ട് ഇവരുണ്ടാക്കുന്ന ഞാനല്ല, ഇവരുണ്ടാക്കുന്ന ഞാൻ. ചാപങ്ങൾക്ക് മാറ്റാം. ചാപങ്ങൾ തുല്യമാണെങ്കിൽ അവരുടെ ഞാണുകൾ തുല്യമായിരിക്കും, കേന്ദ്രകോണങ്ങൾ തുല്യം. അതുപോലെ കേന്ദ്രകോണം തുല്യമാണ് ഞാനും ചാപങ്ങൾ തുല്യം. ഇത് രണ്ടും ഒരേ വലിപ്പമാണ്. ഞാണുകൾ തുല്യമാണെങ്കിൽ അവരുടെ കേന്ദ്രകോണങ്ങൾ തുല്യമാവും. ഇത് 55 55 ഇത്രോളൂ. ചിത്രത്തിൽ എ ബി സി ഡി തുല്യ നീളമുള്ള ഞാണുകളാണ്. അതുകൊണ്ട് അവരുടെ കേന്ദ്രകോണങ്ങൾ തുല്യമായിരിക്കും. എയുടെ കേന്ദ്രകോണം 55 ഡിഗ്രിയാണ്, അതായത് AOB. അതുപോലെ സി ഡിയുടെ കേന്ദ്രകോണം 55, അതായത് CODയും 55 ഡിഗ്രി ആയിരിക്കും. വളരെ ഈസി. അടുത്ത ക്വസ്റ്റ്യൻ. ABCD എന്ന ഒരു ചതുർഭുജം വെച്ചാൽ വൃത്തൊന്നുമില്ല, ചക്രീയൊന്നും കണ്ടില്ല കേട്ടോ. എന്നിട്ട് ഈ വശം CD അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വരച്ചു. EF. ഓക്കെ, ABCD ഒരു ചതുർഭുജമാണ്. ചക്രീയം തന്നിട്ടില്ല, നമുക്ക് വൃത്തവും തന്നിട്ടില്ല. വൃത്തം നമുക്ക് ചക്രിയാണോ എന്ന് നമുക്ക് കടന്നു പറയാം. ഈ കോൺ ആ കോൺ സമമാണ്. കോൺ A തന്നെയാണ് കോൺ BCE, BCE തന്നെയാണ് കോൺ A. ഇത് രണ്ടും ഒരേ സമയം. അങ്ങനെയാണ് ചോദ്യം. ABCD എന്ന ചതുർഭുജം ചക്രീയമാണോ? ഇത് ചക്രീയമാണോ? എന്തുകൊണ്ട്? ഒരു ചതുർഭുജം ചക്രീയമാവണമെങ്കിൽ അതിന്റെ 4 ശീർഷത്തിലൂടെയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ പറ്റും അല്ലേ. ABCD 4 കടന്ന വൃത്തം വരയ്ക്കാൻ പറ്റുമോ? ചക്രീയമാണോ? വരച്ചു നോക്കേണ്ട ആവശ്യം. ചക്രീയമാണെങ്കിൽ നമുക്ക് അതിന്റെ എതിർക്കോണുകൾ അനുകൂലങ്ങൾ പഠിച്ചില്ലേ. എതിർക്കോണുകൾ കൂട്ടിയാൽ 180 ആണെങ്കിൽ ചക്രീയമാകും. ചക്രീയമാണെങ്കിൽ അനുകൂലമാകും. അപ്പൊ ഇത് ചക്രീയമാണോ എന്നാണ് ചോദ്യം. ഓക്കെ, ഈ കോണും സമമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും XC എന്നാണ്. കോൺ A തന്നെയാണ് കോൺ BCE. ചോദ്യം വ്യക്തമായി തന്നാ ഇത് രണ്ടും തുല്യമായതാണ്. കോൺ A സമം കോൺ BCE സമം XC എന്ന് കരുതുക. ഓക്കെ, അവിടെ ഇനി ഇത് X ആവുന്നുണ്ട്. ഇത് X ആണെങ്കിൽ ഇത് നിങ്ങൾക്കറിയാം, ഇത് രേഖീയ ജോലിയല്ലേ. ഒരു രേഖ ഉണ്ടാക്കുന്ന രണ്ട് കോണുകൾ കൂട്ടിയാൽ 180 അല്ലേ. അപ്പൊ ഇത് X ആവുമ്പോൾ എത്ര ഉണ്ടാവും? 180 - X. കോൺ A സമം കോൺ BCE സമം X എന്ന് കരുതുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. കോൺ BCE X ആയതിനാൽ കോൺ BCD കോൺ BCE സമം X ആയതിനാൽ കോൺ BCD സമം 180 - X ആയിരിക്കും. കാരണം രേഖീയ ജോലി. ഇനി നിങ്ങൾ ഇത് മറന്നിരിക്കും. ഇവിടെ നോക്കും, ഇതൊരു ചതുർഭുജമല്ലേ. ഈ കോണും ഈ കോണും കൂട്ടി നോക്കാം. ഏതൊക്കെ? A എന്ന കോണും ഈ കോണും ഏതാ? കോൺ A പ്ലസ് കോൺ BCD. കോൺ A പ്ലസ് കോൺ BCD വെറുതെ കൂട്ടും. ഏതാ കോൺ A? X. മറ്റേതോ 180 - X. അത് രണ്ടും കൂട്ടി നോക്കും. എന്ത് സംഭവിക്കുന്നു? -X ഉം +X ഉം എടുക്കും 180. ഇത് രണ്ടും കൂട്ടിയാൽ 180. ഈ രണ്ട് കോണുകൾ കൂട്ടി എതിർക്കോണുകൾ കൂട്ടിയാൽ 180 അനുകൂലമായില്ലേ. അതുകൊണ്ട് ABCD എന്താണ്? ചക്രീയമാണ്. എന്താ കാരണം? എതിർക്കോണുകൾ അനുകൂലമാണ്. ഓക്കെ, ചിത്രത്തിൽ O വൃത്തകേന്ദ്രം
ഇത് 80 ഡിഗ്രി കേന്ദ്ര കോണാണെങ്കിൽ 70 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ടത് കോൺ PBQ എത്രയാണ്? PBQ അല്ലെങ്കിൽ PBO ഈ കോൺ കാണും. ഓക്കേ, ഇത് കേന്ദ്രമാണ്. ഇത് 80 ഇത് 70 ആണ്. ഇതാണ് കാണുന്നത്. ശരി, നമുക്കറിയാം ഒരു വൃത്തം അതിന്റെ കേന്ദ്രം അതിൽ ഒരു ചാപം അല്ലെങ്കിൽ ഒരു കേന്ദ്രമാണ്. ഈ കോണിന്റെ പകുതിയായിരിക്കും ഈ ചാപത്തിന്റെ മറുചാപം അല്ലെങ്കിൽ ഈ ഞാൻ ഉണ്ടാക്കുന്ന ആ ഭാഗത്ത്. ഇത് 80 ആണെങ്കിൽ ഇതിന്റെ പകുതി 40 ആയിരിക്കും. ഇവിടേക്ക് ഈ ഭാഗത്തോട്ടല്ല, ഇവിടെ നിന്ന് തുടങ്ങി ഈ ഞാൻ ചാപത്തിൽ എവിടെ തട്ടി വന്നാലും 80ന്റെ പകുതിയാണ്. AB എന്ന ഒരു ചാപം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കോണുണ്ടോ? ഈ ചാപത്തിന്റെ കേന്ദ്ര കോണാണ് ഇതിന്റെ. ഇവിടെ നിന്ന് തുടങ്ങി കേന്ദ്രത്തിൽ തട്ടി ചെയ്യും, അല്ലെങ്കിൽ A തുടങ്ങി കേന്ദ്രത്തിലൂടെ വീഴും. 80 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ തുടങ്ങി ഈ ചാപത്തിൽ എവിടെ തട്ടി വന്ന് വീഴെടുക്കും. അപ്പൊ ഇവിടെ തുടങ്ങി ആ ചാപത്തിൽ തട്ടി ഇതിന്റെ മറുചാപമാണ്. ഇതിന്റെ മറുചാപം ഇത്രയും അതിലെവിടെ തട്ടാം, ഇവിടെ തുടങ്ങി തട്ടി മടങ്ങി വീഴും അല്ലെ. അപ്പൊ ഇത് 80 ആവുമ്പോൾ ഈ കോണത്തിന്റെ പകുതി 40 ആയിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് കോൺ AOB സമം 80 ഡിഗ്രി ആയതിനാൽ കോൺ ഇതിലെന്താ APB സമം 80ന്റെ പകുതി 40 ഡിഗ്രി. ഓക്കെ, ഇത് 70 തന്നിട്ടില്ലേ, അപ്പൊ പിന്നെ 70 ആണ് അല്ലെ. ഇത് 80 70 ആണെങ്കിൽ നമുക്ക് ഈ കോൺ നമുക്കൊന്നും നടന്നു കേട്ടാ. ഒരു ത്രികോണത്തിന് 3 കോണം കൂട്ടിയാൽ 180 അല്ലേ. ഇത് മാത്രം 40. ഈ കോൺ 70 ഏതാ 70? PQB കോൺ PQB സമം 70 ആണ്. ഇത് 70 40 ആണ് കേട്ടോ. 70 40 കൂട്ടിയാൽ 110 ആണ് അല്ലേ. 110. അപ്പൊ എത്ര ബാക്കി 110 150 കുറച്ചാൽ മതി. അപ്പൊ ഈ കോൺ കോൺ B അല്ലെങ്കിൽ ഇതിനെ കണ്ടാ QBB അല്ലെങ്കിൽ PQBB അല്ലേ. PBQ അല്ലേ, PBQ അല്ലെങ്കിൽ കോൺ B അല്ലെങ്കിൽ QBB അല്ലെങ്കിൽ OBB എന്നൊക്കെ പറയും. ഈ കോൺ 110 150 കുറച്ചു 70 ആണ്. അപ്പൊ ഇത് എത്രയാണ്? 70 ഇതാണ്. ഈ രണ്ട് കോൺ തുല്യമാണെങ്കിൽ കൊടുക്കണം. ഇതിന്റെ ഈ രണ്ട് വശത്തിന്റെ സമവാക്യത്തിൽ ഈ കോൺ കാണാം. ഇതിൽ കൊണ്ട് 2 രണ്ട് കോൺ തുല്യമാണെങ്കിൽ രണ്ട് വശങ്ങളും. അപ്പൊ നമുക്ക് ഈ കോൺ തുല്യത. ഇനി ഈ കാര്യം ഇത് 70 ആവുന്നത് ചോദിച്ചിട്ടില്ല. ഇത് 70 ആണ്. 70 കാരണം ഇതിൽ കോൺ 80 70 കൂട്ടി നമ്മൾ 150 തന്നെ. അപ്പൊ എത്ര ആവും? 30 അടുത്ത ചിത്രത്തിൽ ABC ചക്രീയമാണ്. കണ്ടാലറിയാം 4 ശൂഷപ്പെടുത്തില്ല. ഈ രണ്ട് വികരണങ്ങൾ ACയും BDയും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് O. ഇത് കേന്ദ്രമല്ല, കേന്ദ്രം വേറെ എവിടെയാണ്? ഇത് O കൂട്ടിമുട്ടുന്ന. ഇത് മുഴുവൻ 110 ഡിഗ്രിയാണ്. ABC എന്ന ഈ മുഴുവൻ കോൺ അല്ലെങ്കിൽ കോൺ B 110 ആണ്. ഈ കോൺ 50 ആണ്. ABC 110 ആണ്. കോൺ BDC എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. കോൺ BDC എത്രയാണ്? 110 50 ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് കോൺ BDC. ഈ കോണാണ്. ഓക്കെ, ശരിയല്ലോ. ഇത് മൊത്തം 110 ആണെങ്കിൽ ഇത് മൊത്തം നമുക്കറിയാം ബാക്കി 180 അല്ലേ. 110 ബാക്കി ഇവിടെ 70. ഇത് മൊത്തം 70 ആണ്. പക്ഷെ നമുക്കങ്ങനെ മൊത്തം അല്ല, ഇത് മാത്രം മതി. ഇത് മാത്രം. ഓക്കെ, അപ്പൊ നമുക്കറിയാം 110 ആണെങ്കിൽ മൊത്തം 70. അതിൽ ഇത് കിട്ടിയത് ആ കോണും ഈ കോണും തുല്യമാണ്. AB എന്ന ഒരു ഞാൻ അങ്ങോട്ടുണ്ടാക്കുന്ന കോൺ തന്നെയെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. AB ഇങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ അത്രയും ഇങ്ങോട്ട് അത്രയും ഇങ്ങോട്ടുണ്ടാവും അല്ലെ. ഇതൊക്കെ തുല്യമാണ്. ഒരു വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യമായതിനാൽ ഈ 50 കിട്ടും അല്ലെ. ഏതാണ്ട് ACB സമം 50. കോൺ ACB സമം 50 ഡിഗ്രി ആയതിനാൽ കോൺ ADB സമം കോൺ ADB സമം 50 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഒരു വൃത്തഖണ്ഡത്തിലെ കോണുകളാണ്. ഇത് 50. ഓക്കെ, ഇത് മൊത്തം 110 ആണ്. അപ്പൊ ഇത് മൊത്തം 70 ഉണ്ടാവും. 110 കോൺ ABC സമം 110 ഡിഗ്രി ആയതിനാൽ കോൺ ABC സമം കോൺ ABC സമം ബാക്കി
BC സമം 7 പുറത്താക്കുണ്ടാവും 20. ഇങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. PQR എന്ന സമചതുരം O കേന്ദ്രമായ വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്നു. ഓരോ വശവും കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ എന്താണ്? PQRS എന്ന ഒരു സമചതുരം O കേന്ദ്രമായ വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കാൻ 4 ചോദ്യം കൊടുത്തില്ല. ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവും 4 വശവും കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന സമതമാകുന്ന കോണിന്റെ അളവാണ് കാണുന്നത്. വളരെ എളുപ്പമാണ്. ഈ കോണൊക്കെ നമുക്ക് അറിയപ്പെടില്ല സമചതുരമായതുകൊണ്ട് 90 ഡിഗ്രി. ഇത് ചതുരമായതെങ്കിലും 90 ഡിഗ്രി ആവും ഈ കോൺ. ഈ വശം കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ, ഈ വശം ഉണ്ടാകുന്ന കോൺ, ഈ വശം ഉണ്ടാകുന്ന കോൺ അങ്ങനെ ഇത് എത്രയാണ്? അതുപോലെ ഈ വശം ഉണ്ടാകുന്ന കോൺ ഇത് എത്രയാണ്? ഇതുണ്ടാക്കുന്ന കോൺ ഇതുണ്ടാക്കുന്ന കോൺ 4 വശം. PQ ഉണ്ടാക്കുന്ന കോണാണ് ഇത്. അത് കാണാം. ഇതുണ്ടാക്കുന്ന കോൺ ഇതാണ്. കാണാം. ഇതുണ്ടാക്കുന്ന കോൺ ഈ 4 കോണുകൾ കാണാം. ഇത് സമചതുരമാണ്. സമചതുരത്തിന്റെ വികരണങ്ങൾ കൂട്ടിക്കൊണ്ട ബിന്ദുവിൽ ഉണ്ടാക്കുന്ന എല്ലാ കോണുകളും 90 ഡിഗ്രി 364 തുല്യതാകും. ചതുരമാണെങ്കിൽ തുല്യതയാവില്ല. ഈ 4 വശവും തുല്യമല്ലേ? അപ്പൊ ഈ 4 കോണുകളും തുല്യവും. ഇത് 90 ഡിഗ്രിയാണ് സമചതുരം. അപ്പൊ ഇത് വ്യാസമാണ്. വ്യാസത്തിലൂടെ കടന്നു. ചതുരമാണെങ്കിലും ഇത് 90 ആണ്. വ്യാസത്തിലൂടെ കടന്നു. പക്ഷെ ഇവിടെ തുല്യങ്ങളാണ്. ഈ 4 കോൺ തുല്യമാകുന്ന ഈ 4 വശം തുല്യമാണ്. ചതുരത്തിന്റെ ശരിയല്ല, സമചതുരമാണ്. അതുകൊണ്ട് ഓരോ വർഷവും കേന്ദ്രത്തിലുണ്ടാകുന്ന ഈ കോണുകൾ 360/4 90 ഡിഗ്രി വീതമായി. ഇത് ഓരോന്നും 90 ഡിഗ്രി വീതമായി. ഓക്കെ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററോട് തീർക്കാം. നോക്കി 2 വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്നു. ഈ 2 സ്ഥലം എയിലും ബിയിലും കണ്ടിരിക്കുന്നു. ഈ വൃത്തത്തിന്റെ കേന്ദ്രം O ആണ്. ആ വൃത്തത്തിന്റെ കേന്ദ്രം O ഡാഷ്. ഓയും O ഡാഷും വൃത്തത്തിന്റെ കേന്ദ്രങ്ങളാണ്. കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്ന പേര് വ്യാസം. അപ്പോ AC-യും AD-യും വ്യാസങ്ങളാണ്. ചിത്രത്തിൽ O, O ഡാഷ് വൃത്തത്തിന്റെ വ്യാസം കേന്ദ്രങ്ങളാണ്. A, B എന്നിവ ഈ വൃത്തങ്ങൾ കടന്നുപോകുന്നു. AC-യും AD-യും വ്യാസങ്ങളാണ്. എങ്കിൽ C-യും B-യും D-യും ഏകരേഖീയമാണെന്ന് തെളിയിക്കുക. ഒരു രേഖയിലെ ബിന്ദുക്കൾ. ഇത് 3 ഒരു രേഖയിലാണെന്ന് തെളിയിക്കുക. അപ്പൊ ഈ 3 ബിന്ദുക്കൾ ഒരു രേഖയിലല്ല. ഒന്നുകൂടെ ഇത് ഇങ്ങനെ വെച്ചാൽ ഇത് തട്ടില്ല. ഇങ്ങനെ വെച്ചില്ലെങ്കിലോ ഇതിന് തട്ടില്ല. അങ്ങനെ വെച്ചില്ലെങ്കിൽ ഇതിന് തട്ടില്ല. ഏകരേഖീയം എന്നാണ് തെളിയിക്കുന്നത്. 3 നീട്ടിയ രേഖ ഇങ്ങനെ ഒടിവ് സംഭവിക്കില്ല എന്നാണ് തെളിയിക്കുന്നത്. അപ്പൊ അതിന് ഒരു രേഖയുടെ പ്രത്യേകത മനസ്സിലാക്കാം. ഒരു രേഖ വരച്ചു. ഇത് എവിടെയെങ്കിലും പോയിന്റ് അടക്കപ്പെട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു. അപ്പൊ 2 കോണായി. ഇത് എത്ര ഡിഗ്രിയാ? എത്ര ഡിഗ്രി അറിയില്ല. പക്ഷെ ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി. ഒരു രേഖയെ മൊത്തം കൊടുത്തിട്ട് പൊട്ടാറ്റ് 180 ഡിഗ്രി രേഖീയ ജോഡിയാണ്. അപ്പൊ ഇത് 70 ആണെങ്കിൽ 110 ആണ്. ഇത് 20 ആണെങ്കിൽ 160 ഉണ്ടാവും. ഇത് രണ്ടും കൂട്ടിയാൽ 100. ഒരു രേഖയുടെ കോണം. ഇനി ഇവിടെ കുറെ കോൺ വരും. ഇത് ഓരോന്നും അറിയാം. കൂട്ടിയാൽ 180. അങ്ങനെ വരച്ചു. ഇവിടെ നിങ്ങളെ കുറെ കോണുകളുണ്ട്. ഓരോന്നും എന്താണെന്ന് അറിയാം. പക്ഷെ 1, 2, 3, 4, 5 ആ 5 കോൺ കൂട്ടിയാൽ 180 ഡിഗ്രി. ഒരു വരയാണ്. ഇനി ഒരു വരയല്ല. ഇതൊരു വരയല്ലോ. ഒരു ഒടിവില്ല. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ 2 കോൺ കൂട്ടിയാൽ 180 ഡിഗ്രി ആകും. ഒന്നുകിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്. ഇതൊരു പ്രൊട്രാക്ടേക്കാൾ കുറവാണ്. ഇതൊരു പ്രൊട്രാക്ട് ആവണമെങ്കിൽ ഈ വര നീളം ഇത്ര ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു രേഖയല്ല. അതുകൊണ്ട് ഈ കോണുകളുടെ തുക 180 ആണ്. 2 കോണുകളുടെ തുക 180 ആണെങ്കിൽ അവർക്ക് ഒരു രേഖയാവാൻ കഴിയും. ഒരു രേഖയാണെങ്കിൽ കൂട്ടിയാൽ 180 കിട്ടും. ഓക്കെ. അപ്പൊ ഇത് 3 ഒരു രേഖയിലാണ് തെളിയുന്നത്. ഒരു കാര്യം ഓയും O ഡാഷ് വൃത്തത്തിന്റെ കേന്ദ്രങ്ങളാണ്. എയും ബിയും കടന്നുപോകുന്നു. AC, AD എന്നുള്ള വ്യാസങ്ങളാണ്. CBD ഏകരേഖീയമാണെന്ന് തെളിയിക്കും. നമുക്കറിയാം ഈ
ഇനി ആ വൃത്തത്തിന്റെ വ്യാസം o' കേന്ദ്രമായ ഒരു വ്യാസമാണിത് AD. അപ്പൊ ആ വ്യാസം കേന്ദ്രത്തിലേക്ക് വൃത്തത്തിലേക്ക് ഒപ്പിച്ചെടുത്തോ. അപ്പൊ AD ഈ കോൺ ABB അല്ലേ? ഇത് 90 അപ്പോ AD വ്യാസമായ വൃത്തമാണ്. അതുകൊണ്ട് ഈ കോൺ ABD സമം 90 ഡിഗ്രി. ഇത് 90 ഇത് 90 കൂട്ടിയാൽ കിട്ടുന്നില്ലേ? ഏതൊക്കെ? ABC യും ABD യും കോൺ ABC പ്ലസ് കോൺ ABC പ്ലസ് ABD സമം 90 പ്ലസ് 90. ABC യും ABD യും കൂട്ടിയാൽ 90. അതുകൊണ്ട് ഈ മൂന്ന് ബിന്ദുക്കളും